വെൽക്കം ടു ഡേജൻസ്. നമ്മുടെ ചുരിദാറിന്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡേറ്റ് ആണ്. ശരി, നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് സെമി സിൽക്കിന്റെ ഫാബ്രിക് ആണ്. ഇത് റഫ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. മെറ്റീരിയൽ എങ്ങനെ യൂസ് ചെയ്താലും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുൾ ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് കളർ ഈ ഒരു ലൈറ്റ് ഗ്രേ കൂടിയിട്ടുള്ള ഷെയ്ഡാണ്. കോമ്പിനേഷനിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ, അതിൻ്റെ അകത്ത് യെല്ലോ, അതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻ പോയിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് സെൻട്രൽ ഒരു സിഗ്സാഗ് പോലത്തെ ഡിസൈൻ ആട്ടോ. അത് മൊത്തത്തിൽ പ്രിന്റ് ഉണ്ട്. ബോർഡറിൽ ആ ഒരു ഫ്ലവേഴ്സിന്റെ പാറ്റേൺ കുറച്ച് നമുക്ക് എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക് വരുന്നത്. ഡെയിലി യൂസിന് വേണ്ടി വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, റഫായിട്ട് ഇത് വാഷിംഗ് മെഷീൻ ഇട്ട് അരയ്ക്കാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ലൈനിങ്ങിനനുസരിച്ച് വേരിയേഷൻ വരും കേട്ടോ. ചിലത് കോട്ടൺ കൊടുക്കും, ചിലത് മറ്റേ ക്രേപ്പിന്റെ പോലത്തെ കൊടുക്കും. അപ്പോൾ ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ ബട്ടർ ക്രേപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ നോർമൽ കോട്ടൺ ടൈപ്പ് ലൈനിങ്ങിന്റെ റേറ്റ് ഒക്കെ ആവുള്ളൂ. ആ ടൈപ്പ് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. കോട്ടൺ തന്നെ കൊടുത്താൽ ചിലപ്പം നിങ്ങൾ കൊടുക്കുന്ന കോട്ടൺ ലൈനിങ്ങുകൾ ചിലപ്പോൾ കുറച്ച് ചുരുങ്ങൂലേ. അപ്പം ഈ ഒരു മെറ്റീരിയലുമായിട്ട് അങ്ങനെ മാച്ച് ആയി നിൽക്കും. അപ്പം നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കിയിട്ട് ഏകദേശം അതിന് ചേരുന്ന രീതിക്കുള്ള ലൈനിങ് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചിലത് ഇങ്ങനെ സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കിനും പോയി കോട്ടൺ വെക്കുന്നവരുണ്ട്. ചിലപ്പോൾ ചൂടിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാവാം. പക്ഷെ അപ്പം നിങ്ങൾ ഉറപ്പ് വരുത്തണം രണ്ടും അങ്ങനെ വെക്കുന്നവരാണെങ്കിൽ രണ്ടും വാഷ് ചെയ്തിട്ട് ഒരേ ഇതിലോട്ടൊക്കെ ആക്കി തേച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണം തയ്ക്കാൻ കൊടുക്കാനൊക്കെ. ഇല്ലെങ്കിൽ മെറ്റീരിയൽ ഓരോന്നിനും ഓരോ ക്യാരക്ടർ അല്ലേ. അപ്പം ചിലപ്പോൾ ചിലത് ചുരുങ്ങത്തില്ല, ചിലത് ചുരുങ്ങും. അപ്പം നിങ്ങൾ ലൈനിങ് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ കാണാൻ നല്ലതാണ്. റീസണബിൾ പ്രൈസാണ്, ഡെയിലി യൂസിന് വേണ്ടി വരുന്നത് അല്ലേ. ഇതിൻ്റെ ബോട്ടം സെയിം കളർ തന്നെ. ലെങ്ത് ഒക്കെ നോർമൽ ലെങ്ത്, അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ നമ്പർ വരുന്നത് W461, റേറ്റ് 760 മാത്രമേ ഉള്ളൂ, 76. പിന്നെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല കളർ, നല്ലൊരു പിങ്ക് കൂടിയിട്ടുള്ള ഷെയ്ഡ്. ഇതിനും വേറെ വ്യത്യാസമൊന്നുമില്ല. കോമ്പിനേഷനിൽ കൊടുത്തേക്കുന്ന ആ ഒരു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. ദുപ്പട്ട ഇതാണ്. ദുപ്പട്ട കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ഈസിയാണ്. ബോട്ടം വരാം. ബോട്ടം സെയിം കളർ തന്നെ, എല്ലാത്തിനും സെയിം കളർ തന്നെയാണ് ബോട്ടം വെച്ചിരിക്കുന്നത്. സാറ്റിൻ സിൽക്കിന്റെ ഒത്തിരി കൂടിയ മെറ്റീരിയൽ അല്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ സാറ്റിൻ്റെ ഒക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 5-6 കാറ്റഗറിപ്പെട്ട സാറ്റിൻ സിൽക്ക് വരാറുണ്ട്. അപ്പോൾ എല്ലാത്തിനും പേര് സാറ്റിൻ ആണെങ്കിലും ഓരോ റേറ്റിനനുസരിച്ച് ചെറിയ ചെറിയ മെറ്റീരിയലിന് വേരിയേഷൻസ് കാണും. അപ്പോൾ ഇത് സാധാ രീതിയിൽ തന്നെ വന്നേക്കുന്നത്. കാരണം ഈ ഒരു റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആയതുകൊണ്ട് ഒരുപാട് റേറ്റ് വരാത്ത രീതിയിലുള്ള സാറ്റിനാണ് വെച്ചേക്കുന്നത്. പക്ഷേ എന്നാലും അങ്ങനെ പോകുന്നില്ല കേട്ടോ, റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്പർ വരുന്നത് W460, റേറ്റ് 760. അടുത്ത ഷെയ്ഡ് ഇതാട്ടോ. ഇതും ഒരു ഗ്രേയും പിന്നെ ചെറുതായിട്ട് പീച്ച് ടോണോടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ബോട്ടം ഈ ഒരു സെയിം കളർ തന്നെ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് ഇങ്ങനൊരു ബോർഡർ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിന് എല്ലാത്തിനും വരുന്നൊരു ബോർഡർ. ഇങ്ങനെയാണെങ്കിലും തിരിച്ചാണെങ്കിലും നിങ്ങൾക്ക് എടുത്താലും ലെങ്ത് കിട്ടും കേട്ടോ. ഇതിൻ്റെ നമ്പർ W462, റേറ്റ് 760. നമുക്ക് നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ബ്ലൂ കളറാട്ടോ. ചെറിയ വേരിയേഷൻ ഇപ്പോൾ കാണും. നല്ല രസമുള്ള ലൈറ്റ് സ്കൈ ബ്ലൂവിൻ്റെ ഷെയ്ഡ്. സെയിം ഡിസൈനും പ്രിന്റും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. ബോട്ടം വരുന്നതും സെയിം കളർ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് W463, റേറ്റ് 760 മാത്രമേ ഉള്ളൂ, 76.